ഷാഫി പറമ്പിലെ കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളെ ആരെ കണ്ടാക്കാൻ ബാംഗ്ലൂരേക്ക് ക്ഷണിക്കുന്നുവെന്ന് എന്തൊരു കാര്യങ്ങളാണൊക്കെ പടച്ചു വിടുന്നത്. ആയിക്കോട്ടെ, ക്ഷണിച്ചിട്ടുണ്ടെന്നേ, നിങ്ങളെ ക്ഷണിക്കൂല, അങ്ങേരെ ക്ഷണിക്കും, അല്ലെങ്കിൽ അവർ ക്ഷണിച്ചാൽ വരുന്നവരായിരിക്കും. അതിന് നമുക്കെന്താ കാര്യം? അങ്ങനെ ചിന്തിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യമുള്ള പോലെ വ്യക്തികളുമായിട്ട് നിങ്ങൾ കറങ്ങിക്കൊള്ളുക, നിങ്ങളോട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമായിട്ട് കറങ്ങിക്കുക. അതിന് വേറെ തേർഡ് പാർട്ടി അതിന് കുശുമ്പ് കുത്തിയിട്ട് കാര്യമില്ല. തേർഡ് പാർട്ടി അതൊരു അപകീർത്തികരമായ കാര്യമാണെന്ന് പറഞ്ഞു കിടക്കണ്ട. സമൂഹത്തിലെ എല്ലാ അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. അതേപ്പറ്റിയല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത്. നിങ്ങൾ രാഷ്ട്രീയപരമായി ഇവിടുത്തെ ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നടക്കുക. ബാക്കിയുള്ള വ്യക്തിഹത്യ നടത്തുന്നത് ഒഴിവാക്കണം. അത് പരിച്ഛേദം, അത് നിർത്തണം. കാരണം അങ്ങനെ അത് പൊക്കിപ്പിടിച്ചു വരുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് കുറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലൈംഗിക ചൊവ്വയുള്ള ആരോപണം മാത്രമല്ല, ചില ഗർഭത്തിൻ്റെ കഥയും കൂടെ വന്നു. അതിന് ആ ഗർഭം ക്യാരി ചെയ്യുന്ന സ്ത്രീ, അവരാണ് ആരോപണം പറയേണ്ടത്. അല്ലാതെ റോഡിൽ നിൽക്കുന്നവരല്ല, മൂന്നാം കക്ഷികളല്ല, തേർഡ് പാർട്ടിയല്ല ആരോപണം പറയേണ്ടത്. എന്തൊരു രാഷ്ട്രീയമായ വികലതയാണ് കേരളത്തിൽ നടക്കുന്നത്. ഇത് നിർത്തണം രാഷ്ട്രീയ പാർട്ടികൾ. നിങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ ഈ സ്വകാര്യതയെ അനിക്കുന്ന പല കാര്യങ്ങൾ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പല കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളതിനൊക്കെ പ്രതികരിക്കാൻ പോയ കാര്യങ്ങൾ നടക്കുമോ? നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ധാരാളം ഇതുപോലെ സംഭവങ്ങളുണ്ടാവും. അത് ആരെങ്കിലും പരാതിപ്പെടുന്നെങ്കിൽ മാത്രം അവരുടെ ഒപ്പം നിൽക്കുക, അല്ലാത്ത കാര്യത്തിൽ കണ്ണടയ്ക്കുക. നിങ്ങൾക്കെന്താ അതിൻ്റെ അകത്ത് കാര്യം? രണ്ട് വ്യക്തികൾ തമ്മിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ, അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്യും, അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ അവർ സംസാരിക്കും. ആ കാര്യം അങ്ങ് വിട്ടുകളയണമെന്നാണ് ഞാൻ പറയുന്നത്. ഷാഫി പറമ്പിലിനെതിരെയും ലൈംഗിക ആരോപണങ്ങൾ പതുക്കെ തലപൊക്കി തുടങ്ങി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ അത് അന്തരീക്ഷത്തിൽ കിടക്കുന്നു. അദ്ദേഹം തൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പാലക്കാട്ടെത്തി. വളരെ ഊഷ്മളമായ സ്വീകരണം അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം MLA ബോർഡ് വെക്കാത്ത ഒരു സ്വകാര്യ വാഹനത്തിൽ അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മരണപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ചു, അവരെ ആശ്വസിപ്പിച്ചു. അതോടൊപ്പം റോഡ് സൈഡിൽ അദ്ദേഹത്തിനോട് സ്നേഹം പൊഴിപ്പിക്കുന്ന പലരെയും കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ അത് കണ്ടപ്പം വലിയ സന്തോഷം തോന്നി. അവിടെ ഒരു കൂട്ടം തൊഴിലാളികളും ഓട്ടത്തൊഴിലാളികളും അദ്ദേഹത്തിനെ പിടിച്ചു നിർത്തി അദ്ദേഹത്തിൻ്റെ കൈകൾ പിടിച്ച് അദ്ദേഹത്തിനെ കെട്ടിപ്പിടിക്കുന്ന രംഗമുണ്ടായി. കുറേ പ്രായമുള്ള സ്ത്രീകൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് തടവി അദ്ദേഹത്തിനെ ചേർത്ത് നിർത്തുന്നത് നമ്മൾ കണ്ടു. ചില പെൺകുട്ടികൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം സെൽഫി എടുത്തു. വളരെയധികം ആൾക്കാർ അദ്ദേഹത്തിനെ ചേർത്ത് നിർത്തി. അദ്ദേഹം അവരുടെ അടുത്തോട്ട് പോയി, അവരെ കൈ കൊടുത്തു, അവർ അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ചു, ഊഷ്മളമായ സ്വീകരണം കൊടുക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് ഇപ്പം ഷാഫി പറമ്പിലിനെതിരായിട്ടും ചില ലൈംഗിക ആരോപണങ്ങൾ എതിർചേരിയിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ തൊടുത്ത് വിട്ടു തുടങ്ങി. ലൈംഗിക ചുവയുള്ള ആരോപണങ്ങൾക്ക് പറയാൻ തേർഡ് പാർട്ടിക്ക് എന്താണ് കാര്യം, എന്താണ് അവകാശം? അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കാര്യങ്ങളല്ലേ. അതിനകത്ത് എന്തിനാണ് രാഷ്ട്രീയക്കാർ ഇടപെടുന്നത്? അതാണ് അവരുടെ രാഷ്ട്രീയം പഠിപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം KJ ഷൈൻ ടീച്ചറിൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ അതിൽ തേർഡ് പാർട്ടിക്ക് എന്താണ് ഇത്ര സൂക്കേട്? അവരെന്തിനാണ് പരാതി പറയുന്നത്? അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളും അവരുടെ കീഴ്ഘടകങ്ങളും ഇതുപോലെയുള്ള സെക്ഷുവലായിട്ടുള്ള ആരോപണങ്ങൾ നിർത്തണം. അവരതിൻ്റെ കക്ഷികളല്ല. കക്ഷികളായിട്ടുള്ള ആരെങ്കിലും അവർക്ക് ഒരാളുടെ നടപടിയിൽ മോശമായ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, പ്രവൃത്തി വന്നിട്ടുണ്ടോ, അവർ പറഞ്ഞോളും പരാതി. അവർ പോലീസിൽ പൊക്കോട്ടെ, അവർ വേണേൽ സോഷ്യൽ മീഡിയ ഇട്ടോട്ടെ, അവർക്ക് അനുഭവിച്ച കാര്യങ്ങൾ അവരിട്ടോട്ടെ, അവരതിന് പരാതിയായിട്ട് മുന്നോട്ട് വരട്ടെ. അല്ലാതെ ഇത് കണ്ടു നിൽക്കുന്ന തേർഡ് പാർട്ടിക്ക് അവർക്കെന്ത് സൂക്കേടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഷാഫി പറമ്പിലിനെതിരെ ആരോപണം വരാൻ കാരണം ഷാഫി പറമ്പിലിൻ്റെ സന്തത സഹചാരിയാണ് രാഹുൽ മാങ്കൂട്ടം. രണ്ടുപേരും ഒന്നിച്ച് ഒരേ കോൺഗ്രസിൽ തന്നെ ഉള്ളവരാണ്. നമുക്ക് ഈ ചെറുപ്പക്കാരുടെ ഒരു പട തന്നെ എല്ലാ പാർട്ടിയിലും ഉണ്ട്. അവരുടെ സ്വകാര്യതയിലേക്ക് എന്തിനാണ് നമ്മൾ കയറിപ്പോഴുന്നത്? അവരെ വ്യക്തിപരമായി ഹത്യ ചെയ്യുന്നത്
അടുത്ത പ്രാവശ്യം ഇവർക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് കളമൊരുക്കാനാണോ? എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വളരെ മോശമായ ചില ലൈംഗിക ചുവയുള്ള ആരോപണങ്ങൾ തേർഡ് പാർട്ടികൾ അത് അനുഭവിച്ചവരാരും പറഞ്ഞിട്ടില്ല. ലൈംഗിക ചുവയുള്ള ആരോപണം മാത്രമല്ല, ചില ഗർഭത്തിൻ്റെ കഥയും കൂടെ വന്നു. അതിന് ആ ഗർഭം ക്യാരി ചെയ്യുന്ന സ്ത്രീ അവരാണ് ആരോപണം പറയേണ്ടത്. അല്ലാതെ റോഡിൽ നിൽക്കുന്നവരല്ല, മൂന്നാം കക്ഷികളല്ല, തേർഡ് പാർട്ടിയല്ല ആരോപണം പറയേണ്ടത്. എന്തൊരു രാഷ്ട്രീയമായ വികലതയാണ് കേരളത്തിൽ നടക്കുന്നത്. ഇത് നിർത്തണം രാഷ്ട്രീയ പാർട്ടികൾ. ഇതിന് ചെവി കൊടുക്കരുത്, ഇതിലോട്ട് പോകരുത്. നിങ്ങൾ ഈ നമ്മുടെ അവരവരുടെ കോൺസ്റ്റിറ്റ്യുൻസിയിൽ അല്ല അവരവരുടെ പഞ്ചായത്തിലോ ഉള്ള അവിടുത്തെ പ്രശ്നങ്ങൾ പറയുക, ആ പ്രശ്നം അത് പരിഹരിക്കാൻ പറ്റുന്നത് പരിഹരിക്കുക. അതിൻ്റെ വ്യക്തികളോടും അല്ലെങ്കിൽ ആ കൂട്ടത്തോടും അല്ലെങ്കിൽ ആ വാർഡുകാരോടൊക്കെ സഹകരിച്ച് യോജിച്ച് നിന്ന് പ്രവർത്തിക്കുക. ഇതങ്ങ് വിട്ടുകളാം. നിങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ ഈ സ്വകാര്യതയെ അനിക്കുന്ന പല കാര്യങ്ങൾ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പല കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അതിനൊക്കെ പ്രതികരിക്കാൻ പോയ കാര്യങ്ങൾ നടക്കുമോ? നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ധാരാളം ഇതുപോലെ സംഭവങ്ങളുണ്ടാവും. അത് ആരെങ്കിലും പരാതിപ്പെടുന്നെങ്കിൽ മാത്രം അവരുടെ ഒപ്പം നിൽക്കുക, അല്ലാത്ത കാര്യത്തിൽ കണ്ണടയ്ക്കുക. നിങ്ങൾക്കെന്താ അതിൻ്റെ കാര്യം? രണ്ട് വ്യക്തികൾ തമ്മിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്യും, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ സംസാരിക്കും. ആ കാര്യം അങ്ങ് വിട്ടുകളയണമെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് വ്യക്തികളുടെ സ്വകാര്യതയ്ക്കകത്ത് കയറി അവരെ രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യാം എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് വിലപ്പോകില്ല കേരള സമൂഹത്തിൽ. അതുതന്നെയാണ് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും ഉണ്ടായത്. ഇപ്പം വന്നിരിക്കുന്നത് ഷാഫി പറമ്പിൽ കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളെ ആരെ കണ്ടാലും ബാംഗ്ലൂരേക്ക് ക്ഷണിക്കുന്നുവെന്ന് എന്തൊരു കാര്യങ്ങളാണൊക്കെ പടച്ചു വിടുന്നത്. ആയിക്കോട്ടെ, ക്ഷണിച്ചിട്ടുണ്ടെന്നേ, നിങ്ങളെ ക്ഷണിക്കില്ല, അങ്ങേരെ ക്ഷണിക്കും, അല്ലെങ്കിൽ അവർ ക്ഷണിച്ചാൽ വരുന്നവരായിരിക്കും. അതിന് നമുക്കെന്താ കാര്യം? അങ്ങനെ ചിന്തിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യമുള്ള പോലെ വ്യക്തികളുമായിട്ട് നിങ്ങൾ കറങ്ങിക്കൊള്ളുക, നിങ്ങളോട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമായിട്ട് കറങ്ങിക്കുക. അതിന് വേറെ തേർഡ് പാർട്ടി അതിന് കുശുമ്പ് കുത്തിയിട്ട് കാര്യമില്ല. തേർഡ് പാർട്ടി അതൊരു അപകീർത്തികരമായ കാര്യമാണെന്ന് പറഞ്ഞു കിടക്കണ്ട. സമൂഹത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. അതേപ്പറ്റി എല്ലാം നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ രാഷ്ട്രീയപരമായി ഇവിടുത്തെ ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നടക്കുക. ബാക്കിയുള്ള വ്യക്തിഹത്യ നടത്തുന്നത് ഒഴിവാക്കണം. അത് പരിച്ഛേദം, അത് നിർത്തണം. കാരണം അങ്ങനെ അത് പൊക്കിപ്പിടിച്ചു വരുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് കുറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ചെറുപ്പക്കാരും ഇല്ലെങ്കിൽ ഇപ്പം 10, 45, 50 വയസ്സ് വരെയുള്ളവർ ഭൂരിപക്ഷം ആൾക്കാരാണ് ഇപ്പോൾ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്കിതൊന്നും പിടിക്കില്ല. അവർക്കിത് കേട്ട് രസിച്ചങ്ങ് പോകുന്നല്ലാതെ അതിന് വലിയ പ്രാമുഖ്യമോ അതിന് വലിയ പവിത്രതയൊന്നും അവർ കൊടുക്കില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവിടുത്തെ പ്രവർത്തനം സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളമായിട്ട് ആൾക്കാർ പങ്കുവെക്കുന്നു. സ്ത്രീകൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു. അദ്ദേഹത്തിനെ കണ്ടപ്പം ക്രൂശിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് വരുന്നത്. രാഹുൽ മാങ്കൂട്ടം അവരോടൊപ്പം നടന്നു പോകുന്നതൊക്കെ നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം, നേരത്തെയുള്ള പ്രവർത്തനം അതേപടി മുന്നോട്ട് കൊണ്ടുപോകട്ടെ. കോൺഗ്രസ് നേതാക്കൾ ഇത് കണ്ടുപിടിക്കട്ടെ. കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിനെ കണ്ട ചില സന്ദർഭത്തിൽ അദ്ദേഹത്തിനെ മൈൻഡ് ചെയ്യാതെ പോയി. കാരണം പാർട്ടി അദ്ദേഹത്തിനെതിരായിട്ട് അച്ചടക്ക നടപടി എടുത്തിരിക്കുന്നത് കൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അവിടെ ഈ ഇലക്ഷന് അല്ലെങ്കിൽ അടുത്ത ഇലക്ഷന് വീണ്ടും രാഹുൽ മാങ്കൂട്ടം മത്സരിക്കും. അത് പാർട്ടിയുടെ പിന്തുണ ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് എന്നാലും മത്സരിച്ച് വിജയിക്കാൻ കഴിവുള്ള, അങ്ങനെ പ്രവർത്തിക്കാൻ തൻ്റെ ഇടമുള്ള, അങ്ങനെ വിജയശ്രീലായി വരാൻ കെൽപ്പുള്ള, കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം. അത് മറക്കരുത്. കാരണം കഴിവുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ ആളായാലും ശരി അവരെ പ്രൊമോട്ട് ചെയ്യണം. അത് LDFിലായാലും ശരി, UDFിലായാലും ശരി, മുസ്ലിം ലീഗിലായാലും കേരള കോൺഗ്രസ്സിലായാലും ശരി, കഴിവുള്ളവർ രംഗത്ത് വരട്ടെ. അതിന് രാഷ്ട്രീയമായിട്ട് അവർ പ്രവർത്തിക്കാതിരിക്കാൻ, രാഷ്ട്രീയമായിട്ട് അവരെ വ്യക്തിഹത്യ ചെയ്യുന്നത് നല്ലതല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.